ശബരിമല സ്വർണ്ണ കവർച്ചയിൽ വീഴ്ച ആവർത്തിച്ച് സമ്മതിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. സ്വർണ്ണപ്പാളി കൊടുത്തുവിട്ടത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതിരുന്നത് വീഴ്ച തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് ബന്ധമില്ലെന്നും പ്രശാന്ത് ആവർത്തിച്ചു. ദേവസ്വം ബോർഡ് യോഗത്തിന് മുന്നോടിയായിരുന്നു PS പ്രശാന്തിന്റെ പ്രതികരണം. സ്വർണ്ണക്കൊള്ള മറച്ചുവെക്കാനാണ് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ പോയത് എന്ന് പറഞ്ഞാൽ അതൊരു അനുമാനമാണ്. ആ അനുമാനം ശരിയാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം പിന്നെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് അറിയിക്കാതെ പോയതിലൊരു വീഴ്ച വന്നിട്ടുണ്ടല്ലോ. സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ പോയതിലൊരു വീഴ്ച വന്നിട്ടുണ്ടല്ലോ. സംഗതിയെല്ലാം പ്രൊസീജിയറും പാലിച്ചാണെങ്കിലും സ്പെഷ്യൽ കമ്മീഷൻ അറിയിച്ചിട്ടില്ലല്ലോ. അതൊരു വീഴ്ച തന്നെയല്ലേ. അപ്പോൾ അതിന്റെ ഒരു വെളിച്ചത്തിലായിരിക്കും കോടതി അങ്ങനെ അനുമാനിച്ചത്. പ്രജിത് മോഹൻ വീണ്ടും ചേരുന്നു. പ്രജിത്, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഷയൊന്നും. കാരണം ഈ കേസിന്റെ തുടക്കത്തിൽ ഇപ്പോഴത്തെ ബോർഡ് അംഗങ്ങൾക്കോ ഇപ്പോഴത്തെ ബോർഡിന്റെ മറ്റു ഭാരവാഹികൾക്കോ തനിക്കോ ഒന്നും ഇതുമായി ഒരു ബന്ധവുമില്ല എന്ന രീതിയിൽ വലിയ തോതിൽ വാചകമടിച്ചിരുന്ന പ്രശാന്ത് ഇപ്പോൾ തന്റെ ഭാഷയൊക്കെ മാറ്റിയിരിക്കുകയാണ്. വീഴ്ച പറ്റി എന്നിപ്പോൾ വീണ്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവർത്തിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല, ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വീണ്ടും യോഗം നടക്കുന്നു. മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ടാണ് യോഗമെന്നാണ് പുറത്തു പറയുന്നത്. പക്ഷേ അകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് പ്രജിത്ത്? ഈ വീഴ്ച സമ്മതിച്ചു എന്നുള്ളത്. കാരണം ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായിരുന്നു ഈ സ്പെഷ്യൽ കമ്മീഷണറെ വിവരങ്ങൾ അറിയിക്കാതിരുന്നതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ഇത് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയത് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ കോടതി ചോദിച്ചിരുന്നു. കാരണം കോടതി ഒട്ടനവധി കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടാണ്. പ്രത്യേകിച്ച് ഈ 2025 സ്വർണം വീണ്ടും ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ ആദ്യഘട്ടത്തിൽ തിരുവാഭരണം കമ്മീഷണർ എതിർത്തപ്പോൾ അതിന്റെ ആ തീരുമാനം മാറ്റുന്നതിന് പിന്നിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്ത് ഇടപെടൽ നടത്തിയെന്നുള്ളത് കോടതി കണ്ടെത്തിയിരുന്നു. അതിന് പിന്നാലെ നിരവധി നിരീക്ഷണങ്ങളും കോടതി നടത്തി. ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിരിക്കാനുള്ള സാധ്യതയടക്കം ചൂണ്ടിക്കാട്ടി. അതിനുശേഷം ഹൈക്കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് ദേവസ്വത്തിന്റെ സ്പെഷ്യൽ കമ്മീഷണറെ, കോടതി നിയോഗിച്ചിരിക്കുന്ന സ്പെഷ്യൽ കമ്മീഷണറെ ഈ വിവരങ്ങൾ അറിയിച്ചില്ല എന്നുള്ളതിന് ഉദാഹരണം അല്ലെങ്കിൽ അതിനുള്ള ഉത്തരം ഈ കോടതിയുടെ കണ്ടെത്തലുകളിൽ തന്നെ ഉണ്ട് എന്നുള്ളതും അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ ഇപ്പോൾ PS പ്രശാന്ത് പറയുന്നത് തന്റെ ഭാഗത്ത് നിന്നോ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നോ വീഴ്ച വന്നിട്ടില്ല എന്നുള്ളതാണ്. പകരം ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ ഭാഗത്ത് നിന്നാണ് വീഴ്ച വന്നത്. എന്തുകൊണ്ടാണെന്നുള്ളത് തങ്ങളൊരു വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോഴും ഹൈക്കോടതി തന്നെ കണ്ടെത്തിയതാണ് PS പ്രശാന്ത് അടക്കമുള്ളവർക്ക്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് വലിയ വീഴ്ചകൾ വന്നു എന്നുള്ളത്. അവർ ബോധപൂർവം ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാൻ ശ്രമം നടത്തിയെന്നും അത് മറച്ചുവെക്കാൻ വേണ്ടി തന്നെയാകാം ഈ സ്പെഷ്യൽ കമ്മീഷണർക്ക് കൃത്യമായി വിവരങ്ങൾ നൽകാതിരുന്നത് എന്നതുപോലും ഹൈക്കോടതി അതിൽ ചൂണ്ടിക്കാട്ടുന്ന രീതിയിലേക്കാണ് കണ്ടെത്തലുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഈ രീതിയിലുള്ള തെളിവുകൾ പുറത്തു വരുമ്പോൾ, അന്വേഷണത്തിനെയും അതോടൊപ്പം തന്നെ കോടതിയുടെ കണ്ടെത്തലുകളും വരുമ്പോൾ തങ്ങളൊന്നും അറിഞ്ഞില്ലേ, അതെല്ലാം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയാണ് എന്നുള്ളൊരു സമീപനം കൂടിയാണ് ഈ ഘട്ടത്തിൽ PS പ്രശാന്ത് സ്വീകരിക്കുന്നത്. ഗൗതം, സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന് തെറ്റുകൾ പറ്റി എന്നിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവർത്തിച്ചു പറയുകയാണ്. കേസന്വേഷണം മുറുകുന്ന ഘട്ടത്തിലാണ് PS പ്രശാന്ത് തന്റെ ഭാഷ മാറ്റുന്നത്. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വീണ്ടും ബോർഡിന്റെ യോഗം ചേരുകയാണ്. സ്വർണ്ണ കവർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകുമെന്നാണ് പ്രജിത് മോഹൻ തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്തത്.